ഹായ്, നല്ല അടിപൊളി ഒരു ലിവർ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ലിവർ ഇതുപോലെ കനം കുറച്ചിട്ട് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ ലിവറിൻ്റെ ഒരു ചെവയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി ചെറിയ ഉള്ളിയും ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 നുള്ള് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ലിവർ വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കണ്ട. ഞാൻ പിന്നെ അടിയിൽ ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. എൻ്റെ ഈ കുക്കറിൽ ഒരു 3 വിസിലൊക്കെ കേൾക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ലിവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സവാളയൊക്കെ വഴറ്റിയെടുക്കാം. ഞാനിതുപോലുള്ളൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ സവാള ആയതുകൊണ്ട് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള കുറച്ചൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറാനായിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഉള്ളിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടിയൊക്കെ കൂടുതലായിട്ട് ചേർക്കണം ലിവർ ഉണ്ടാക്കുമ്പോൾ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് കുരുമുളകാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. ഗരം മസാല ചേർത്തിട്ട് ഇതിനി നന്നായിട്ടൊന്ന് മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്നതിനായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് വീണ്ടും കുരുമുളകിൻ്റെ പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ലിവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ വേവിച്ചാലും കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും ലിവറിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഞാനിത് ഒരുപാടങ്ങ് വെള്ളം ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ പോലെ ആക്കുന്നില്ല. കുറച്ചൊന്ന് കുഴഞ്ഞ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു എരിവിനായിട്ട് കുരുമുളകിൻ്റെ പൊടിയോ ചില്ലി ഫ്ലേക്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലുള്ള വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ആവശ്യത്തിന് കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി നല്ലൊരു മണത്തിനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് സൈഡിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഈസിയാണ് ഈ ഒരു ലിവർ റോസ്റ്റ് റെഡിയാക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. ഒട്ടും തന്നെ ആ ലിവറിൻ്റെ ചെവയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്